അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അതീവ ഗൗരവതരമായ വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കുവാനും അവനിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ആവശ്യമായ എല്ലാ തെളിവുകളും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വച്ചിട്ടുണ്ട്. അതിനോടനുബന്ധമായി തന്നെയാണ് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്ന കൽപ്പനയുമായി കടന്നു വരുന്നതും. ലോകത്ത് പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത സമൂഹത്തെ പരിശോധിക്കുമ്പോൾ ആ ആളുകളെല്ലാവരും തന്നെ ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തവൻ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, ഈ ലോകത്തെ അനുദിനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നിയന്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും അവർക്കാർക്കും ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരുടെ ആദ്യത്തെ പ്രവാചകനായി കടന്നു വന്ന ഒരു സമൂഹത്തെ നയിക്കുവാൻ വേണ്ടി കടന്നു വന്ന മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഒരു സമുദായവും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് തുല്യമായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുള്ള ഈ ലോകം നിയന്ത്രിക്കാൻ പര്യാപ്തരായ ഏതെങ്കിലും ആരാധ്യന്മാരുണ്ട്, ദേവഗണങ്ങളുണ്ട് എന്ന് അവരാരും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ പ്രബോധനം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഈ ലോകത്തിൻ്റെ റബ്ബാരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുത്തിരുന്നത്, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മറുപടി നമുക്ക് പറയുന്നത് അല്ലാഹുവാണ്, സാക്ഷാൽ ആരാധ്യനായവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബ് എന്ന് വിശ്വസിച്ചവരായിരുന്നു എല്ലാവരും. എന്നാൽ ഒരു പ്രവാചകന്മാരുടെയും സമൂഹത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയാത്തത്ര ഗുരുതരമായ ആരോപണങ്ങളുമായാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ സംഘടന എന്നറിയപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്തയിലെ പണ്ഡിതന്മാർ നിരന്തരം പേർത്തും ആവശ്യമില്ലാത്ത വിശദീകരണങ്ങളിലൂടെ
മുജാഹിദുകളുടെ ആദർശം ശരിയല്ല എന്ന് സമർത്ഥിക്കുവാൻ അവരുണ്ടാക്കിയെടുത്ത ധാരാളം വാറോലകളും നിയമങ്ങളുമെല്ലാം തിരിഞ്ഞുകുത്തുന്ന അതിദാരുണമായ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ അടുത്ത കാലത്ത് ചർച്ച സജീവമായത്. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നയാൾ, അത് മടവൂരാണോ? യഥാർത്ഥത്തിൽ വിശാലമായി സംസാരിക്കേണ്ടുന്നൊരു ഭാഗമാണ്. പക്ഷെ ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമുള്ള ഒരാൾ. ആ ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കേവലം കുറഞ്ഞ കാലം മാത്രമേ മടവൂരിൻ്റെ പേര് രംഗത്ത് വന്നിട്ടുള്ളൂ. എന്നാൽ അതിനും മുമ്പേ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തെ തടയിടുവാനും മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നതിന് പരിധിയില്ലാതെ കൊടുക്കുന്നവനാണെന്നും ആ പരിധിയില്ലാതെ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല എന്നുമൊക്കെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനിച്ചും അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളുടെ പേരിൽ ഇല്ലാത്ത കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് കളം നിറഞ്ഞു നിന്ന് അതിൻ്റെ പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ വിരചിതമാക്കുകയും ധാരാളം മാലപ്പാട്ടുകൾ ഉണ്ടാക്കുകയും ധാരാളം മൗലിദുകൾ ഉണ്ടാക്കുകയും കീർത്തന സദസ്സുകൾ ഉണ്ടാക്കുകയും ഇന്നും അതിൻ്റെ പേരിൽ പുതിയ പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ടാക്കിയെടുത്തതിൻ്റെ തിക്തഫലം ഇപ്പോൾ അവർ കൊയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളെല്ലാവരും ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്ന സാധനം. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ, ഞങ്ങളെ പടച്ചോൻ അറിയണേ. മടവൂര് മടവൂര് മടിയിൽ കനമത് ഉള്ളോരെ, കനമത് മടിയിൽ വെച്ചോളൂ. കുൻപയക്കൂനിൽ കുൻ 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 ഹുവ 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 മടവൂര്, ഹുവ 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 മടവൂര്. അപ്പൊ നമ്മൾ കേട്ടതാണ്. ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായൊരു പാട്ടാണ്. ഞാനതിലെ ചില ഭാഗങ്ങൾ ഇവിടെ കേൾപ്പിക്കുന്നത് ചില കാര്യങ്ങൾ ചേർത്ത് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. എന്തായിരുന്നു ഈ മനുഷ്യൻ്റെ വർത്തമാനം? അയാൾ വിശ്വസിച്ച വിശ്വാസം, അയാൾ പറയുന്ന വിശ്വാസം, അത് സ്വന്തമായി രൂപകൽപ്പന ചെയ്തെടുത്തൊരു വിശ്വാസമായിരുന്നു. അത് ഒരിക്കലുമല്ല. പക്ഷെ അതിലെ ചില വാക്കുകളുടെ പ്രയോഗം അത് പലരോടുള്ള ഈർഷ്യതയിൽ നിന്ന് ഉടലെടുത്തതാവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇയാളൊക്കെ വളരെ ചെറിയ മനുഷ്യന്മാർ, ഇതിനേക്കാളൊക്കെ വലിയ വലിയ ശേഖുനമാർ, അവർ നേരത്തെ തന്നെ ഹിക്കായത്ത് ചെയ്തു പോയിട്ടുണ്ട്. അവരെ കാണുമ്പോൾ അള്ളാഹുവാണോ എന്ന് പോകുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞുപോയ മുൻഗാമികളെപ്പോലെയുള്ള ആളുകൾ സമസ്ത തറവാട്ടിൽ നേരത്തെ കടന്നുപോയിട്ടുണ്ട്. അവർ വിശ്വസിക്കുന്ന ആദർശ ശാഖയിൽ, ആദർശ ശൃംഖലയിൽ അത്തരം ആളുകൾ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഈ ചെറുപ്പക്കാരനെയും ഇത് പറയാൻ പ്രേരിപ്പിച്ചത്. ഈ വാക്കിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്തിആറത്തായോ മജാസായോ അങ്ങനെയൊക്കെ കിനായത്തായോ ഒക്കെ പറയുന്നു എന്ന് പറയാമെങ്കിലും പക്ഷേ ആ പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം ചെറുതല്ല. കാരണം മലയാളത്തിൽ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഖാലിഖ് എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം. അതേ, സൃഷ്ടിക്കുന്നവൻ എന്നാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹുവല്ലാതെ പടച്ചവനുണ്ട് എന്ന വിശ്വാസം ഒരു സമൂഹത്തിലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനൊരു വാചകം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ലോകത്ത് കടന്നുപോയ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന് വിശദീകരണം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്. പലപ്പോഴും നമ്മൾ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ വേദികളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. എന്താണത്? മഹാനായ ഇമാം റാസി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ വാചകമുണ്ട്. ആ വാചകം ഇഅ്ലം, നീ അറിയുക,
അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ വജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. ഇമാം റാസി പറഞ്ഞ വാക്കാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇഅ്ലം, നീ അറിയണം, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്തൊരാളും ഉണ്ടായിട്ടില്ല, യുസ്ബിതു ലില്ലാഹി ശരീകൻ, അള്ളാഹുവിനൊരു പങ്കാളിയെ ചേർത്തു വെക്കുന്ന ഒരാൾ ഉണ്ടായിട്ടില്ല. എങ്ങനെയുള്ള പങ്കാളി എന്നറിയുമോ? യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദ്റതി വൽ ഇൽമി വൽ ഹിക്മ, ഹിക്മത്തിൽ, ഇൽമിൽ, ഖുദ്റത്തിൽ, വുജൂദിൽ, ഇതിലെല്ലാം അള്ളാഹുവിന് സമനായ ഒരു ശരീക്കിനെ ഇതുവരെ ലോകത്ത് ഒരാളും ഒരൊറ്റയാളും ഉണ്ടാക്കിയിട്ടില്ല. അത്തരം ആളുകളെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ ഈ വാചകത്തിൻ്റെ ഗൗരവം അറിയേണ്ടത്. ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത് പറയേണ്ടി വന്നത് എന്ന് ഗൗരവതരമായ പഠനം നമ്മൾ നടത്തേണ്ടി വരുന്നത്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അയാൾ പറഞ്ഞ മറ്റൊരു വാചകം കൂടിയുണ്ട്. മടവൂരേ മതിയുലകിതില പൊന്നൂരേ മധുനുകരാനായി മധുകൾ പാടി ഹുദ 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 മടവൂരേ ഹുദ 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 മടവൂരേ. കണ്ടോ, ഇവിടെ അയാൾ പറയുന്നത് മദദുൽ അഅലം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഗൗസുൽ അഅലം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഡാണ് മദദുൽ അഅലം. പോരാ, എല്ലാവർക്കും സന്മാർഗം നൽകുന്ന ഹുദയാണ്, മടവൂരാണ് ലോകത്തിന് ഹുദ. ഈ രണ്ട് പ്രയോഗങ്ങളെയും നമുക്ക് ഗൗരവതരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറയപ്പെടുന്ന വാക്കുകളെല്ലാം അത് പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ വിശേഷണം കേവലം ഒരു മനുഷ്യ സൃഷ്ടിയിലേക്ക് വകവെച്ചു കൊടുക്കാനുള്ള, ഇത്രയും വലിയ ഗൗരവതരമായ വർത്തമാനം പറയാനുള്ള ത്രാണി ഈ ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട്. പഴയ കാലങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഞങ്ങൾ മഹാന്മാരായ വലിയുകളോട് പ്രാർത്ഥിക്കുകയില്ല, ഞങ്ങൾ ഇടതേടുകയേ ഉള്ളൂ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഒരു മുസ്ലിമിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പുസ്തകം എഴുതിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി പ്രപഞ്ചനാഥനായ റബ്ബിനെ വിളിക്കുന്നതിന് സമമായോ റബ്ബിൻ്റെ മുകളിലോ അവതരിപ്പിക്കുവാൻ ഇത്തരം ആളുകളെ രംഗത്ത് കൊണ്ടുവന്നത് കേരളത്തിലെ സമസ്ത മുസ്ലിയാക്കന്മാരാണ്. ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരാം. ഇതെൻ്റെ കയ്യിലുള്ളത് ഫുതൂഹുൽ ഗൈബ് എന്ന പുസ്തകമാണ്. ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന പുസ്തകം അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇതിൻ്റെ അവസാനത്തിൽ കുറേ പദ്യങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ പദ്യങ്ങൾ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സ്വന്തത്തിൽ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് വരെ ഞാൻ ഈ വായിക്കാൻ പോകുന്നത് തെറ്റാണെന്നോ, ഈ വായിക്കുന്നത് അബദ്ധമാണെന്നോ, ഈ വായിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നോ ഇന്ന് വരെ സമസ്തയിലെ ഒരു മുസ്ലിയാരും, അത് സമസ്ത AP ആവട്ടെ, EK ആവട്ടെ, ദക്ഷിണ കേരളയാവട്ടെ, സമസ്ത അനജംഇയ്യത്തുൽ ഉലമയാവട്ടെ, ഒരൊറ്റയാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ പറഞ്ഞെന്നറിയോ? ഈ ചെറുപ്പക്കാരൻ ഇയാളിത് പറയുമ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് അത് കുഫറാണ്, അത് പാടില്ലാത്തതാണ്, ശരി, അംഗീകരിക്കുന്നു. നിങ്ങളുടെ മാറി ചിന്തിച്ച അവസ്ഥയ്ക്കും നിങ്ങളുടെ തെറ്റുതിരുത്തലുകളും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ. സന്തോഷമുണ്ട് നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക്. പക്ഷേ ഇതിനെ ഇങ്ങനെയാക്കി തീർത്തതിൻ്റെ പിന്നിൽ ഒരു പ്രവർത്തനമുണ്ടല്ലോ, അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അത്തരമൊരു കാര്യം ഇവിടെ ലിഖിതങ്ങളായി രേഖപ്പെടുത്തപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്തായാലും അതൊന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനൊന്ന് വായിക്കാം. ഇവിടെ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ല പറഞ്ഞതായി രേഖപ്പെടുത്തുന്ന ഒരു വാചകം, അനൽ ഹഖ്ഖു വത്തഹ്ഖീഖു ജാമീഉ ഖൽഖിഹി
അനദ്ദാതു വൽ വസ്ഫുല്ലദി ഹുവ താബിഉ. അനൽ ഹഖ്, ഞാനാണ് സത്യം, ഞാനാണ് അൽ ഹഖ്. വത്തഹ്ഖീഖ്, തഹ്ഖീഖുമാണ്, ഹക്കുമാണ്, തഹ്ഖീഖുമാണ്. മാത്രമല്ല അനദ്ദാതു വൽ വസ്ഫുല്ലദി ഹുവ താബിഉ, ഞാനാണ് അദ്ദാത്ത് എന്നറിയപ്പെടുന്നത്, അതിനെ തുടർന്ന് വരുന്ന വിശേഷണവും ഞാൻ തന്നെയാണ്. മാത്രമല്ല വഅഅലമു മാ ഖദ് കാന ഫി സമനിൻ മളാ വഹാല വഅദ്രി മാ അഫാദ മുദാരിഉ. മുഹീദ്ദീൻ ശൈഖ് പറയാണ്, വഅഅലമു, ഞാൻ അറിയുന്നുണ്ട്, മാ ഖദ് കാന ഫി സമനിൻ മളാ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നടന്നതെന്തൊക്കെയാണെന്ന് അത് എനിക്ക് നല്ലവണ്ണം അറിയാം. വഹാലൻ, വർത്തമാനകാലത്തിൽ എന്ത് നടക്കുന്നു എന്നും എനിക്കറിയാം. വഅദ്രി മാ അഫാദ മുദാരിഉ, ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഭാവിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അതും എനിക്ക് അറിയാം, അതും ഞാൻ അറിയുന്നവൻ തന്നെയാണ്. അപ്പോൾ ശൈഖ് അവറുകൾ പറഞ്ഞ വാക്കാണ്. എന്താണ് ഈ പറഞ്ഞത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ വിശേഷിപ്പിച്ച വിശേഷണമല്ലേ? അല്ലാഹു അവനെക്കുറിച്ച് വിശേഷിപ്പിച്ച വിശേഷണമല്ലേ? ഞാൻ അല്ലാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു എല്ലാം അറിയും, ത്രികാലജ്ഞാനിയാണ്. അല്ലാഹുവിന് മാലി മുലാരി ഹാലി ഇങ്ങനെ ഒന്നുമില്ല, എല്ലാം അറിയുന്നവനാണ്. യഅലമു ഖായിനതൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്, ഹൃദയാന്തരാളങ്ങളിൽ മറച്ചു വെച്ചതെല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. ഇതല്ലേ അള്ളാൻ്റെ വിശേഷണം. ഇനി മാത്രമല്ല വഅംരി ബി അംരില്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ വകുല്ലും ബി അംരില്ലാഹി ഹുക്മി വഖുദ്റതി. വഅംരി, എൻ്റെ കൽപ്പന, ബി അംരില്ലാ, അല്ലാഹുവിൻ്റെ കൽപ്പനയോട് തുല്യമാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇൻ ഖുൽതു കുൻ യകുൻ, ഞാൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, ഞാനാകട്ടെ എന്ന് പറഞ്ഞാൽ യകുൻ, അതുണ്ടാകുന്നതാണ്. വകുല്ലും ബി അംരില്ലാഹി ഹുക്മി വഖുദ്റതി, എല്ലാം അല്ലാഹുവിൻ്റെ അമ്രോട് കൂടിയാണ്, അതെൻ്റെ ഹുക്കുമാണ്, അതെൻ്റെ ഖുദ്റത്താണ്. ശൈഖ് അവറുകൾ പറഞ്ഞതായിട്ടാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തെന്തും എന്തും എന്തും. ഇനി ഒറ്റ വാചകം കൂടെ ഞാൻ പറയിലേക്ക് ചേർത്ത്, ഫലാ ആലിമുൻ ഇല്ലാ ബിഇൽമി ആമിലു വലാ സാലികുൻ ഇല്ലാ ബിഫർളി വസുന്നതി. ഒരൊറ്റ ആലിമും എൻ്റെ ഇൽമിലല്ലാതെ പ്രവർത്തിക്കുന്നില്ല. ഒരൊറ്റ മതത്തിൽ പ്രവേശിക്കുന്നവനും അവൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എൻ്റെ ഫർളും എൻ്റെ സുന്നത്തുമല്ലാതെ ഒന്നും അവൻ ചെയ്യുന്നില്ല. ഇനിയോ, ഇദ്ദേഹമാണ് എല്ലാ കാലത്തിലുമുള്ളയാൾ. അനകുന്തു ഫിൽ ഉൽയാ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈനി ഇജ്തിമാഉൽ അഹിബ്ബതി. ഇങ്ങനെയല്ലേ പറഞ്ഞു വെച്ചത്? ഞാൻ അന്നേ ഉണ്ട്, പ്രകാശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തോടൊപ്പം ഞാനുമുണ്ട്. അത് വേറൊരു ചർച്ചയാണ്, അങ്ങോട്ട് പോണില്ലേ. പിന്നെയോ, ലോകത്ത് എല്ലാം ഞാൻ അറിയാത്തതുണ്ടോ? വഅലമു നബതൽ അർളി കം മിൻ നബാതതി വഅലമു റംലൽ അർളി കം ഹുവ റംലതി. ഭൂമിയിൽ എത്ര മൺതരിയുണ്ടെന്ന് എനിക്കറിയാം. വഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതി. അല്ലാഹുവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഹർഫടക്കം എനിക്ക് ക്ലിപ്തമാണ്. സമുദ്രത്തിൽ എത്ര തിരമാല ഒടിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അനകുന്തു മഅനൂഹിൻ ബിഅഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബിയുടെ കാലത്ത് ഞാനുണ്ട്,
കപ്പൽ എൻ്റെ കുതിരത്തിലാണ് സഞ്ചരിച്ചത്. ഇബ്രാഹിം നബിയുടെ കൂടെ ഞാനുണ്ട്, ഇസ്മായിൽ നബിയുടെ കൂടെ ഞാനുണ്ട്, യാക്കൂബ് നബിയുടെ കൂടെ ഞാനുണ്ട്, മൂസ നബിയുടെ കൂടെ ഞാനുണ്ട്, ഈസ നബിയുടെ കൂടെ ഞാനുണ്ട്, അയ്യൂബ് നബിയുടെ കൂടെ ഞാനുണ്ട്. പോരാ, وإن نشأة في الحب ولي نشأة في الحب من قبل آدم وسري سرى في الكون من قبل نشأتي. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആദം നബിക്ക് മുമ്പും തന്നെ എൻ്റെ സിറിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഇനി ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അനദ്ദാകിറുൽ മദ്കൂറു ദിക്റദ്ദാകിരി ദിക്റല്ലിദാകിരി അനശാകിറുൽ മശ്കൂർ ശുക്രൻ ബിനിഅമതി. ആളുകൾ സ്മരിക്കുന്നയാൾ ഞാനാണ്, ആളുകൾ നന്ദി രേഖപ്പെടുത്തുന്ന ആൾ ഞാനാണ്. ഇങ്ങനെ തുടങ്ങിയ അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫ് ഇൽമൽ ത്വരീഖതി. ഞാനാണ് ഏകനായവൻ, തനിച്ചവൻ ഞാനാണ്. എല്ലാത്തിനേക്കാളും വലിയ തനിച്ചവൻ ഞാൻ തന്നെയാണ്. ഞാനാണ് എല്ലാ തരീഖത്തിൻ്റെ ഇൽമു കൊണ്ടും അറിയപ്പെടുന്ന, വിശേഷിപ്പിക്കപ്പെടുന്നയാൾ ഞാനാണ്. മലക്തു ബിലാദല്ലാഹി ശർഖൻ വ മഗ്രിബാ. അള്ളാഹുവിൻ്റെ ഈ രാജ്യങ്ങൾ, അതിൻ്റെ കിഴക്കും പടിഞ്ഞാറും അടക്കം എല്ലാം ഞാൻ ഉടമപ്പെടുത്തിയിട്ടുണ്ട്. വഇൻ ശിഅതു അഫ്നൈതുൽ അനാമ ബിലഹ്ലതി. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യന്മാരെ മുഴുവനും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതെയാക്കുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ കുറഞ്ഞ പെട്ടെന്നൊന്ന് വായിച്ചു പോവാണ്. ഈ പറഞ്ഞതെല്ലാം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പിന്നെ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ മുമ്പ് പോയപ്പോൾ പിന്നെ ഇത് പറയാതിരിക്കോ? ധീരമായി പറഞ്ഞിടൂ ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരട. ആലമിൻ മുദബ്ബിർ ശൈഖ് മടവൂരട. നിരനിരയായി വന്നിടൂ, പടയണിയിൽ ചേർന്നിടൂ. ആലമിൻ കുതൂബിനായി സൈന്യമായി നിരന്നിടൂ. ആലമിൻ കുതൂബിനായി സൈന്യമായി നിരന്നിടൂ. പേടി വേണ്ട നമ്മിലെ ശൗര്യം മടവൂരട. പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ. പറമടവൂർ നെഞ്ചകം മുത്ത് റസൂലാണടാ. കണ്ടോ, മുദബ്ബിറുൽ ആലം മടവൂരാണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ, ഒന്നും പേടിക്കണ്ട. ശക്തമായി പറഞ്ഞോ, നിങ്ങൾ ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ്, ആരെയും പേടിക്കണ്ട, ധൈര്യമാക്കി പറഞ്ഞോ. കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ മുഴുവനും നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ നമുക്ക് പേടിയില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ സൈന്യമാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സൈന്യമാണ്. നിങ്ങൾ ആലോചിച്ചോ, ഒറ്റ വാക്കിൽ തന്നെ വിപരീത ഫലമാണ്. ഒന്ന്, അയാളാണ് ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ മൂപ്പരെ സൈന്യമാണ്. എന്തിന്? മൂപ്പരുടെ മുദബ്ബിറുൽ ആലം പദവി സംരക്ഷിക്കുന്ന സൈന്യമാണ് ഞങ്ങൾ. ആരെങ്കിലും വന്ന് അടിച്ചൊതുക്കിയാലോ? പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ ഒരു പ്രയോഗമുണ്ട്. യാസീൻ ഈ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകളുടെ മുന്നിൽ എപ്പോഴും കാണാം വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഈ ആളുകളാവട്ടെ അവർക്കൊരു സന്നദ്ധ സൈന്യമാണ്. ഏത് ജാറത്തിലും കാണാം ഒരു കൂട്ടം ആളുകൾ. ജാറത്തിനെ കുറ്റം പറഞ്ഞാൽ ഉടനെ എടുത്ത് ചാടും, അതവരുടെ സൈന്യമാണ്. അതിനെ സംരക്ഷിക്കേണ്ടുന്നയാളാണ്. ഏത് സ്ഥലത്ത് പോയാലും ഏത് ആൾ ദൈവങ്ങൾക്കുമുണ്ട്, ഏത് തൽസമാത്തിൻ്റെ ഉസ്താദിനുമുണ്ട്, ഏത് ആളുകൾക്കും ഇത്തരം ആളുകൾക്കൊരു സന്നദ്ധ സൈന്യമുണ്ട്. അതേ, ഞങ്ങൾ മടവൂരിൻ്റെ സന്നദ്ധ സൈന്യമാണ്. എന്തിനാ? മുദബ്ബിറുൽ ആലം പറയുന്നതിന് ചില ആളുകളൊക്കെ എതിർക്കുന്നുണ്ട്. വഹാബികൾ എതിർത്തു, ഇപ്പം പിന്നെ പറയുന്നത് വേറെ പല ആളുകളും എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ പാഠം പഠിപ്പിക്കാനുള്ള പാട്ടാണ്. മാത്രമല്ല, ഇനി ഗൗരവമുള്ളൊരു വാക്കുകൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു ഗൗരവമുള്ളൊരു വാക്ക്. ബാങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ
എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ, എന്റെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ. കണ്ടോ, ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വിളിച്ചു പറയുന്നത് എൻ്റെ നാമമാണ് എന്ന് പറഞ്ഞാൽ CM മടവൂരാണെന്നാണ് വിളിച്ചു പറയുന്നത്. എൻ്റെ പേരാണ് ആ വിളിച്ചു പറയുന്നത് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഇത്തരം ആളുകളെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ പിന്നിൽ സമസ്ത പണ്ഡിതന്മാർക്ക് കൈയൊഴിച്ച് പോകാൻ പറ്റൂല. കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ അടിച്ചൊടച്ച് നാമാവിശേഷമാക്കി ലോകത്തൊരിടത്തുമില്ലാത്ത അള്ളാഹുവിൻ്റെ മതത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം പേറുന്നൊരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കഴിഞ്ഞുപോയതും ജീവിച്ചിരിക്കുന്നതുമായ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് തന്നെയാണ്. ഇനി അവരുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല. കാരണം എവിടുന്നും ആരെയും എപ്പോഴും വിളിച്ചോ അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ത്രസിപ്പിച്ച് ഇല്ലാവചനങ്ങൾ ഉണ്ടാക്കി ഏത് സമയത്ത് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയും. അള്ളാഹു ആ കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു പക്ഷേ അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യാൻ അവർക്ക് കഴിയും. പലപ്പോഴും അവരോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു അവർക്ക് കീഴൊതുങ്ങിക്കൊടുക്കുമെന്ന് വരെ കേരളത്തിൽ പ്രസംഗിച്ച മുസ്ലിയാക്കന്മാരുണ്ട്. അവിടെയാണ് പുതിയ മുഹിയുദ്ദീൻ മാലയിലെ ഒരൊറ്റ സംഭവത്തിൻ്റെ ഒരു ഭാഗം. അതെ, അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അസലിൽ ലൗഹുൽ മഹ്ഫൂദിൽ കുട്ടിയില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചേടത്തുനിന്ന് ആ രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദിൻ്റെ എഴുത്ത് തൻ്റെ തലപ്പാവ് കൊണ്ട് മായിച്ചിട്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയ ശൈഖാണ് നമ്മുടെ ശൈഖെന്ന് മാലപ്പാട്ടിൽ എഴുതി വെക്കാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യങ്ങളാണ് ഈ ആളുകൾ അള്ളാഹുവിനേക്കാളും മേലെ, അല്ലെങ്കിൽ പടച്ചോനാണിവർ, എല്ലാം നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും എന്ന് പറയുന്ന തരത്തിലേക്ക് ആളുകളുടെ ചിന്തയെയും വിശ്വാസത്തെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും ഒക്കെ മാറ്റിക്കൊണ്ടുവന്നത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിൻ്റെ ചോദ്യം ഇതാണ്. അതെ, അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദആ ഫയക്ഷിഫുസ് സൂ വയജഅലുകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹ് അഇലാഹും മഅല്ലാഹ് അഇലാഹും മഅല്ലാഹ്. മനുഷ്യൻ ഒരു ദുരിതക്കയത്തിലെത്തിയാൽ ആ ദുരിതത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ, അവന് സൗഖ്യം കൊടുക്കാൻ, ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കാണടോ സാധിക്കുക? അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ആരാധ്യന്മാരുണ്ടോ എന്ന് ചോദിക്കുന്ന ഖുർആനിൻ്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതാണ്. അവർ പറഞ്ഞു, അത്തരം ആളുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ. ഇവിടെ ഇതാ ഏത് സന്ദർഭത്തിലും അല്ലാത്തവരെ വിളിക്കാൻ ഒരുങ്ങിക്കെട്ടി അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി പറഞ്ഞ് ഈ സമുദായത്തെ നാശത്തിലേക്ക് എത്തിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോ സന്ദർഭങ്ങളിലും ഇവർ കൊണ്ടുവരുന്നതിനനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ സമൂഹത്തെ ഇത്തരം ചില വിശ്വാസങ്ങളിലേക്ക് എത്തിച്ചു. അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതിന് ഇപ്പോൾ ചെയ്യാവുന്നത് കേവലം ഒരു ചെക്കനെ മതത്തിൽ നിന്ന് പുറത്താക്കല്ല വേണ്ടത്. ആ ചെക്കനെ മതത്തിൽ നിന്ന് പുറത്താക്കുന്നതിനപ്പുറത്ത് ചെയ്യേണ്ട ഒരു പണിയുണ്ട്. മുഹിയുദ്ദീൻ മാല അങ്ങ് കീറിക്കളഞ്ഞേക്കാം, മുഹിയുദ്ദീൻ മാല പരസ്യമായി കത്തിച്ച് കളയാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അവർ ചൊന്ന ബൈത്തും അങ്ങനെയുള്ള കുറേ ബൈത്തുകളുണ്ട്. ഈ സമൂഹത്തെ പിഴപ്പിച്ച, ഈ സമൂഹത്തെ അള്ളാഹുവിൽ വിശ്വസത്തെ തകർത്തു കളഞ്ഞ ഇത്തരം വാദഗതികൾ ഉണ്ടാക്കി വെച്ചതെല്ലാം തകർത്തെറിഞ്ഞിട്ട് മതി ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ എന്നാണ് വിനയത്തിൽ ഉണർത്താനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ആളുകൾ എല്ലാ മേഖലയിലും ചൂഷണങ്ങൾ മാത്രം കൺമുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ ആഗ്രഹത്തിന് എന്തിനേയും തകർത്തെറിയാനുള്ള പ്രവൃത്തി അവർ നിരന്തരം ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാണ് കാന്തപുരം വിഭാഗം. ഈ റബീഉൽ അവ്വൽ വന്നിരിക്കുന്നു. ഈ റബീഉൽ അവ്വലിലും ആ ഏതോ ഒരു സ്ത്രീയുടെ മുടി, അമ്മൂൻ്റെ മുടി എന്നൊക്കെ പറയുന്നൊരു മുടി, വ്യാജമുടി, ആ മുടിയിട്ട വെള്ളം ഈ പ്രാവശ്യവും ചിലപ്പോൾ കൊടുക്കും. പൊടി കിട്ടാൻ സാധ്യതയില്ല, കാരണം മുപ്പര് പോകലില്ല. മുമ്പായിരുന്നെങ്കിൽ തുർബത്തുൽ ഹുജറത്തു ഷരീഫ, ഉന്നതമായ ആ വീടിൻ്റെ ഉള്ളിലെ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പൊടി കൊണ്ടുവന്ന് ഇവിടെ പറ്റിച്ചു.
യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പലയിടത്തും ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചു. അതെന്താണ് ആ വീഡിയോ? റൗളയുടെ ഉള്ളിൽ, റൗള എന്നല്ല, പ്രവാചകന്റെ ഖബറിൻ്റെ ഉള്ളിലേക്ക്, ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവും കുറേ ആളുകളും കയറിപ്പോകാൻ ആ ഗ്രില്ലിങ്ങനെ തുറന്നിട്ട് അതിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ആ ഗ്രില്ല് കയറിയിട്ട് അവിടെ ഒരു വിരിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവിടെ അയാൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് അവിടെ നിന്ന് എന്തൊക്കെയോ ദ്വാരക്കുന്നുണ്ട്. ആ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് പറയുന്നുണ്ട്, കണ്ടോ റസൂലുള്ളാഹിൻ്റെ ഖബറിനെ, റസൂലുള്ളാഹിൻ്റെ ജാറത്തിലേക്ക് മറ്റുള്ളവർ കയറുന്ന വലിയ ആഹ്ലാദപരമായ വീഡിയോ എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് 1000 കൊല്ലത്തോളം ഇന്ന് വരെ ഒരാൾക്കും കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സാഹിബൈനിയുടെയും ഖബർ കഴിഞ്ഞാൽ ഒരു 4 മൂലക്കെട്ടുണ്ട്. വാതിലില്ലാത്ത വളരെ ഉയരത്തിലുള്ള ഒരു 4 മൂലക്കെട്ടുണ്ട്. ആ 4 മൂലക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മൂലക്കെട്ടുണ്ട്. ഖിബലയുടെ ഭാഗത്തേക്ക് അഥവാ പിന്നിൽ നിസ്കരിക്കുന്ന ഒരാൾ ഖബറിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഈ ഭാഗത്തുനിന്ന് തുടങ്ങി ആ ഭാഗത്ത് ഇങ്ങനെ ത്രികോണത്തിൽ കോണാകൃതിയിൽ ഒരു 5 മൂലക്കെട്ടുണ്ട്. അതിനും വാതിലില്ല. ആ കെട്ടിൻ്റെയും ഇപ്പുറത്താണ് നമ്മൾ കാണുന്ന പച്ച ഗ്രില്ലിട്ട ഭാഗം. ആ ഗ്രില്ലിട്ട ഭാഗത്തിലൂടെ ഉള്ളിൽ നോക്കുമ്പോൾ കാണുന്നത് 5 മൂലക്കെട്ടാണ്. ആ കെട്ടിലാണ് ചില വിരികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ചില ആളുകളൊക്കെ പറയാ അല്ലാ റസൂലുള്ളാഹിൻ്റെ ഖബറാണ് എന്നൊക്കെ പറയാറുണ്ട്. പച്ച നുണയാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. പക്ഷേ ഇപ്പോഴെന്തോന്നറിയില്ല, കാന്തപുരത്തിന് അവിടെ പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം, പൊടി കിട്ടുന്നില്ല. ഇപ്പോൾ ഈ അമ്മുവിൻ്റെ മുടിയിട്ട വെള്ളമാണ് ഇപ്പോഴും കലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു സനദ് കൃത്യമായി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രമാണമില്ല എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് ആ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ റബീഉൽ അവ്വലിലും ഈ തട്ടിപ്പ് കേരളത്തിൽ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അറിയണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകളായി ഒന്നും തന്നെ കൃത്യമായും പ്രമാണബദ്ധമായും ലോകത്ത് ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മുഴുവനും വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തി വെച്ചത്. ഇവിടെ ജാലിയൻ വാലയുടെ മുടി കൊണ്ടുവന്നു. ആ വലിയ ചോർ ബസാറിൽ നിന്ന് കള്ളച്ചരക്ക് വിറ്റഴിക്കുന്ന മനുഷ്യൻ്റെ അടുത്തുനിന്ന് ഒരു മുടി കൊണ്ടുവന്നു. ചില മുടികൾ അവിടുന്ന് അബുദാബിയിലേക്ക് പോയി ഹസ്റജ് വഴി ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ പല തട്ടിപ്പുകളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റബീഉൽ അവ്വലിൻ്റെ മറവിലും ആ മുടി വീണ്ടും ചർച്ച വരും. വീണ്ടും അതിട്ട് വെള്ളം കൊടുക്കാൻ വലിയ പോരിശയാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരും. കരുതിയിരിക്കണം മുസ്ലിമീങ്ങളെ. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലാഭം മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത്തരം ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായതോടുകൂടി പലർക്കും മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത് കൊണ്ട് പലതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സ്വഭാവമാണ് നമുക്കിടയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3-4 വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബിദിനാഘോഷത്തെക്കുറിച്ചുള്ള വിഷയം നടന്നു. കറാമത്തുമായി ബന്ധപ്പെട്ട വിഷയം നടന്നു. മുദബ്ബിറുൽ ആലമും യാജകേശവുമെല്ലാം ഇനി നിങ്ങൾക്ക് സംസാരിക്കുവാൻ ചോദിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.